കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 3 കർമ്മയോഗ. ശ്ലോകം 29. പ്രകൃതേർഗുണസമ്മൂഢാഃ സജ്ജന്തേ ഗുണകർമ്മസു താനാ കൃഷ്ണവിദോ മന്ദാൻ കൃഷ്ണവിന്ന വിചാലയേത്. ശ്ലോകാർത്ഥം: ശ്രീകൃഷ്ണ പരമാത്മാവ് അർജുനനോട് പറയുകയാണ്, പ്രകൃതിയുടെ ഗുണങ്ങളിൽ മോഹിച്ചു കഴിയുന്നവർ ഗുണങ്ങളുടെ ആഘാതവും പ്രത്യാഘാതവുമായ രൂപത്തിലുള്ള കർമ്മങ്ങൾ ചെയ്യുന്നു. ഞാൻ ചെയ്യുന്നു, ഞാൻ അനുഭവിക്കുന്നു എന്നൊക്കെ അവര് ചിന്തിക്കുന്നു. നിലനിൽപ്പിന്റെ പൂർണ്ണ രഹസ്യം ധരിച്ചിട്ടില്ലാത്ത മന്ദബുദ്ധികളായ അവരെ എല്ലാം അറിയുന്ന ബ്രഹ്മനിഷ്ഠർ അങ്ങനെ പിടിച്ച് ചലിപ്പിക്കരുത് എന്നാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം. അതായത് സാധാരണ മനുഷ്യര് ഞാനത് ചെയ്യുന്നു, ഞാനത് ചെയ്തു, അതുകൊണ്ട് എനിക്കിത് ലഭിച്ചു, ഞാൻ അതിൻ്റെ ഗുണം അനുഭവിക്കുന്നു, ഞാനത് ചെയ്തതുകൊണ്ട് അതിൻ്റെ ദോഷം ഞാൻ അനുഭവിക്കുന്നു, ഗുണം അനുഭവിക്കുന്നു, ഇങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് ഞാൻ എന്ന ഒരു ഭാവത്തിൽ എനിക്കത് കിട്ടി, എനിക്കത് കിട്ടുന്നില്ല, ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കും. എന്നാൽ കർമ്മത്തിന്റെ രഹസ്യം കൃത്യമായി അറിയുന്ന ജ്ഞാനികൾ അവര് അങ്ങനെയൊന്നും ചിന്തിക്കുന്നില്ല. എല്ലാം ഈശ്വരന്റെ നിശ്ചയമാണ് എന്ന് കരുതി അവര് കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. നമ്മളോട് തന്നെ പലരും പല സമയത്തും ചോദിച്ചിട്ടുണ്ടാകും, നീ ഇതൊക്കെ ചെയ്യുന്നു, എന്താണ് നിനക്ക് ലഭിക്കുന്ന പ്രയോജനം? നിനക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടോ എന്ന് ചോദിക്കുന്ന ധാരാളം ആളുകളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മളും ചോദിച്ചിട്ടുണ്ടാകാം, നീ ഇങ്ങനെ എന്തിനാണ് കടന്ന് ജോലി ചെയ്യുന്നത്? നീ എന്തിനാണ് അവർക്ക് വേണ്ടി ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നത്? നിനക്ക് എന്തു പ്രയോജനമാണ് ലഭിക്കുന്നത്? അതായത് നമുക്ക് പ്രയോജനം ലഭിക്കുന്ന കാര്യങ്ങൾ മാത്രം നമ്മൾ ചെയ്യുക, അല്ലാത്തതൊന്നും നമ്മൾ ചെയ്യാതിരിക്കുക. ഇതാണ് പൊതുവെ നമ്മളോടൊക്കെ പലരും പറഞ്ഞു തന്നിട്ടുള്ള കാര്യം. നിസ്വാർത്ഥമായി സേവനം ചെയ്യാൻ ആരും നമ്മളോട് പറയില്ല. നമുക്ക് എന്തെങ്കിലും കിട്ടുമോ എങ്കിൽ ചെയ്യാം, ഇല്ലെങ്കിൽ ചെയ്യില്ല. ഇവിടെയാണ് ഭഗവാൻ കർമ്മ രഹസ്യത്തെ പറ്റി പറയുന്നത്. അങ്ങനെ പാടില്ല എന്നാണ് പറയുന്നത്. നിസ്വാർത്ഥമായി നമ്മൾ നമ്മുടെ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുക. നമുക്ക് നമ്മളോട് ഉത്തരവാദിത്തങ്ങളുണ്ട്, നമ്മുടെ കുടുംബത്തിനോട് ഉത്തരവാദിത്തങ്ങളുണ്ട്, ഈ സമൂഹത്തിനോട് ഉത്തരവാദിത്തങ്ങളുണ്ട്, നമ്മുടെ ധർമ്മം നിലനിർത്തുന്നതിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, രാജ്യത്തിനോട് ഉത്തരവാദിത്തമുണ്ട്, ഇല്ലേ? ഇതെല്ലാം നമ്മുടെ കടമകളാണ്, ഉത്തരവാദിത്തങ്ങളാണ്. ഈ ഉത്തരവാദിത്തങ്ങൾ ഓരോ മനുഷ്യരും തൻ്റെ ഉത്തരവാദിത്തമാണ് എന്ന് പറഞ്ഞ് ഏറ്റെടുത്ത് തനിക്ക് ഇതുകൊണ്ട് എന്തു ഫലം എന്ന് ചിന്തിക്കാതെ നിസ്വാർത്ഥമായി ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ കർമ്മത്തിന്റെ ഫലം സർവശക്തനായ ഭഗവാൻ നൽകും എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്. ഇവിടെ കൃഷ്ണൻ അർജുനനോട് പറയുന്നതും അതുകൊണ്ടാണ്. നീ നിന്റെ കർമ്മം ചെയ്ത് കാണിച്ചു കൊടുക്കൂ ലോകത്തിന്. നീ ജ്ഞാനിയാണ്, അറിവുള്ളവനാണ്. അങ്ങനെയുള്ള നീ നിന്റെ കർമ്മം ചെയ്യാതെ നീ ഒളിച്ചു നടന്നാൽ അവിടെ ജനം നിന്നെ കണ്ടു പഠിക്കും. അത് തെറ്റായ ഒരു സന്ദേശമാണ് നീ ജനങ്ങൾക്ക് കൊടുക്കുന്നത്. അതുകൊണ്ട് നീ ക്ഷത്രിയനാണ്, രാജ്യം സംരക്ഷിക്കാൻ ഉത്തരവാദിത്വമുള്ളവനാണ്. ഇവിടെ ധർമ്മ സംരക്ഷണമാണ് ആവശ്യം. അവിടെ യുദ്ധം ചെയ്യുക എന്നുള്ളതാണ് ആവശ്യം. കാരണം നീ ക്ഷത്രിയനാണ്. ക്ഷത്രിയന്റെ ജോലി നീ ചെയ്യണം, നീ നിന്റെ ഉത്തരവാദിത്തങ്ങൾ നീ ചെയ്യണം. അത് കണ്ടാൽ മാത്രമേ ജനത്തിന് കർമ്മം ചെയ്യാനുള്ള തോന്നൽ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് നീ നിന്റെ ജോലി ചെയ്യുക, അല്ലാതെ നീ ഒളിച്ചോടരുത് എന്നാണ് പറയുന്നത്. നമ്മളോട് ഓരോരുത്തരോടും ഭഗവാൻ അത് തന്നെയാണ് പറയുന്നത്. പലരും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എന്തിനാണ് സ്കൂളിൽ പോയി കുട്ടികളെ പഠിപ്പിക്കുന്നത് എന്ന് പലരോടും ചോദിച്ചിട്ടുണ്ട് ഞാൻ.
അവരൊക്കെ എന്നോട് പറഞ്ഞിട്ടുള്ള ഉത്തരം എന്താണ്? എനിക്ക് ശമ്പളം കിട്ടും, ആ ശമ്പളം കൊണ്ട് എനിക്ക് എൻ്റെ കുട്ടികളെ വളർത്താം, അതല്ലാതെ അവർക്ക് മറ്റൊരു ഉത്തരവാദിത്വവുമില്ല. ശമ്പളം കിട്ടുന്നുണ്ടോ? ഓരോരുത്തരും ജോലിക്ക് പോകുന്നത് തനിക്ക് ശമ്പളം കിട്ടണം, അതുകൊണ്ട് തൻ്റെ കാര്യം നടക്കണം എന്ന് ചിന്തിച്ചിട്ടാണ്. പക്ഷെ താൻ ചെയ്യുന്ന ആ ജോലി കൊണ്ട് ഈ സമൂഹത്തിന് എന്ത് മാറ്റം ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ള കാര്യം ആരും ചിന്തിക്കില്ല. വൈകുന്നേരം പണം കിട്ടുന്നുണ്ടോ, അല്ലെങ്കിൽ മാസത്തിന്റെ അവസാനം, മാസത്തിന്റെ ആദ്യം പണം കിട്ടുന്നുണ്ടോ, അത് മാത്രം. ശമ്പളമില്ലെങ്കിൽ ജോലിയില്ല. ജോലിയും ആർക്കോ വേണ്ടി ചെയ്യുകയാണ്, അല്ലാതെ ഒരു ബാധ്യത, തൻ്റെ ഉത്തരവാദിത്വം എന്ന നിലയിൽ ആരും ചെയ്യാറില്ല. നമ്മൾ ഒരുപാട് സേവന പ്രവർത്തനങ്ങൾ ചെയ്യും, ഒരുപാട് ആളുകളെ സഹായിക്കും, പലതരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. എന്നോട് ഒരുപാട് ആളുകൾ ചോദിച്ചിട്ടുണ്ട്, നീ എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? നിനക്ക് എന്ത് പ്രയോജനമാണ് ഇതുകൊണ്ട് ലഭിക്കുന്നത്? ഉണ്ട്, എനിക്ക് പ്രയോജനമുണ്ട്. എന്താണ് ആ പ്രയോജനം? ഒരുപാട് ആളുകൾ സന്തോഷിക്കുന്നുണ്ട്, ഒരുപാട് ആളുകൾ ചിരിക്കുന്നുണ്ട്, ഒരുപാട് ആളുകൾക്ക് ആശ്വാസമാകുന്നുണ്ട്. അതാണ് നമ്മുടെ പ്രയോജനം. നമ്മൾ ചെയ്യുന്ന ജോലിയൊക്കെ ആര് കാണുന്നുണ്ട്? സർവശക്തനായ ഈശ്വരൻ കാണുന്നുണ്ട്. ആ ഈശ്വരൻ അറിയാം എനിക്ക് വേണ്ട സമയത്ത് എന്താണ് ആവശ്യം. ആ ആവശ്യം ചിലപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നതായിരിക്കില്ല. ഭഗവാൻ ഒരു നിശ്ചയമുണ്ട്. ആ നിശ്ചയത്തിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ ഒരു പക്ഷേ ഞാൻ ആഗ്രഹിക്കുന്നതിൽ കൂടുതലായിരിക്കാം, അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നതിനേക്കാൾ കുറവായിരിക്കാം. പക്ഷെ ഈശ്വരൻ അറിയാം എന്തു നൽകണമെന്ന്. അത് തീർച്ചയായിട്ടും ഭഗവാൻ നൽകും. ആ ചിന്തയിലാണ് നമ്മൾ ഓരോരുത്തരും കർമ്മം ചെയ്യേണ്ടത്. അതുകൊണ്ട് നമ്മുടെ ജോലി സ്വാർത്ഥതയില്ലാതെ ചെയ്തുകൊണ്ടേയിരിക്കുക. ഫലം അത് ഈശ്വരൻ നൽകും. അർജുനനോട് ജോലി ചെയ്ത് കാണിച്ചു കൊടുക്കാൻ ഭഗവാൻ ഇവിടെ പറയുന്നു. അല്ലാതെ സാധാരണക്കാരായ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കരുത്. വിവേകിയാണു നീ, ബുദ്ധിയുള്ളവനാണു നീ. സാധാരണ ജനങ്ങളെ നിന്റെ പ്രവൃത്തി തെറ്റിദ്ധരിപ്പിക്കുവാൻ ഇടവരുത്തരുത് എന്ന് കൃഷ്ണൻ അർജുനനോട് ഈ ശ്ലോകത്തിലൂടെ പറയുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിന്റെ അർത്ഥം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക. ഹരേ കൃഷ്ണ.